നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ട്രീക്ക് തീയിട്ടതിന് പിന്നാലെ സംഘർഷഭരിതമായി സിറിയ. തലസ്ഥാനമായ ഡമാസ്കസിൽ 200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ ഹമയിൽ സ്ഥാപിച്ച കൂറ്റൻ ക്രിസ്മസ് ട്രീക്കാണ് അജ്ഞാതർ തീയിട്ടത്. ക്രിസ്മസ് ട്രീ കത്തുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടുകൂടി ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ വ്യാപക പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ അൻസാർ അൽ തൗഹീദിലെ ആളുകളാണ് ക്രിസ്മസ് ട്രീ കത്തിച്ചതിന് പിന്നിലെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെന്നും HDS ഭരണകൂടം ഇത് നിഷേധിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ആക്രമികളെ പിടികൂടിയതായും ഇവർ സിറിയൻ ഉള്ളവരല്ല എന്നും HDS അവകാശപ്പെടുകയാണ്. എന്നാൽ ആക്രമികളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പ്രദേശക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നശിപ്പിക്കപ്പെട്ട ക്രിസ്മസ് ട്രീ പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അടുത്ത പ്രഭാതത്തിൽ മരം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടുന്നത് നിങ്ങൾ കാണുമെന്നാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. മുഖം മറച്ചെത്തിയ സംഘം ക്രിസ്മസ് ട്രീക്ക് തീയിട്ടത് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ താഴെ ഇറക്കി അബു മുഹമ്മദ് അൽ ജലാനിയുടെ HDS അധികാരം പിടിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. രാജ്യത്തെ ക്രിസ്ത്യാനികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധക്കാർ ഡമാസ്കസിലെ പള്ളികളിലേക്ക് മാർച്ച് ചെയ്തു. ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളികളും സ്വത്തുക്കളും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പ് അബു മുഹമ്മദ് അൽ ജലാനി നൽകിയിരുന്നു. എന്നാൽ ഈ വർഷം ക്രിസ്മസ് ആഘോഷങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ യാതൊരു സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. അതേസമയം നശിപ്പിക്കപ്പെട്ട ക്രിസ്മസ് ട്രീ ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്.